ബിഗ് ബോസ് ഹൗസിലേക്ക് ഗസ്റ്റായി വന്ന ശോഭ വിശ്വനാഥിനെയും കൊണ്ട് റൂമിലേക്ക് വരികയാണ് ആര്യനും ആദിലയും. ആദില കയ്യിലൊക്കെ മസാജ് ചെയ്യുന്നുണ്ട്. അപ്പം ശോഭ വിശ്വനാഥ് പറയുകയാണ്, ഞാൻ ഒരുപാട് ടയേർഡാണ്, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. അവൻ പറയും, നല്ലതുപോലെ ഇരുന്ന് തന്നാൽ ഞാൻ നല്ലതായിട്ട് മസാജ് ചെയ്യാൻ മാഡം എന്ന് ആദില പറയുന്നുണ്ട്. അപ്പം ശോഭ ചോദിക്കുകയാണ്, എന്നാൽ കിടന്ന് തന്നാലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡബിൾ മീനിങ്ങിലുള്ള ഒരു വർത്തമാനമാണ് ആ സംസാരിച്ചത്. അപ്പോൾ അത് കേട്ടിട്ട് ആര്യനും ആദിലയും ചിരിക്കുന്നുണ്ട്. ഇതാണോ എൻ്റെ റൂം? എൻ്റെ ബെഡ് എവിടെ? എൻ്റെ പെട്ടികളെവിടെ? ഞാൻ 10 പെട്ടിയും കൊണ്ടാണ് വന്നത്. ഈ 2 പെട്ടി ഇവിടെ കാണുന്നുള്ളല്ലോ, എൻ്റെ പെട്ടി എവിടെ? ഭയങ്കര ആക്ടിങ് ആണ് ശോഭയ്ക്ക്. ഓൾറെഡി കഴിഞ്ഞ സീസണിൽ ശോഭയുടെ ആ ഒരു ആക്ടിങ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ ഗസ്റ്റായിട്ട് വന്നിട്ടാണെങ്കിൽ ഒട്ടും പറയാനേ വയ്യ, അതുപോലുള്ള ആക്ടിങ് ആണ്. അപ്പം റൂമിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ഡയമണ്ട് ഇരുന്ന എൻ്റെ പെട്ടികളെവിടെ? എനിക്ക് നല്ലതായിട്ട് ഇവിടെ എല്ലാം കാണാൻ പറ്റുന്ന ബെഡ് ഏതാണ്? അത് അനുമോൾക്കിട്ട് പറഞ്ഞതാണ്. കാരണം അനുമോളുടെ ബെഡിൽ കിടന്നുകൊണ്ട് ആര്യൻ്റെയും ജിസേലിൻ്റെയും സീനൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് വന്നതല്ലേ ശോഭ. അപ്പോൾ പറയാണ്, എനിക്ക് ആ ഒരു എല്ലാം കാണാൻ പറ്റുന്ന ബെഡ് മാത്രം മതി, എനിക്ക് ആ ബെഡാണ് വേണ്ടത്. അപ്പോൾ ആദില പറയാണ്, മാഡം ഈ ബെഡാണ് ഏറ്റവും നല്ല ബെഡ്. അപ്പം ആര്യം പറയാണ്, ഇതാണ് അനുമോളുടെ ബെഡ്, അവൾ ഇവിടെ ഇരുന്നുകൊണ്ടാണ് എൻ്റെ ബെഡിലേക്ക് നോക്കി കാണാത്തത് കണ്ടെന്ന് പറയുന്ന ബെഡ് ഇതാണ് മാഡം. എന്നിട്ട് അവൾ 360 ഡിഗ്രിയിലുള്ള ബെഡാണ് മാം ഇത്, ആദില പറയുന്നുണ്ട്. ആ 2 പേരും കൂടെ അനുമോളെ പറ്റിയായിട്ട് അങ്ങ് പറയാൻ തുടങ്ങി. അവളുടെ കണ്ണ് എപ്പോഴും ഇങ്ങോട്ടാണ് മാം, അവളെപ്പോഴും എൻ്റെ ബെഡിലോട്ട് നോക്കിയിരിക്കുന്ന ജോലി അവൾക്ക്. എന്നിട്ട് ശോഭ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഈ ബെഡിനകത്തെല്ലാം ഇങ്ങനെ വാരി ഇട്ടേക്കുന്നത്? ബ്ലാങ്കറ്റും പില്ലോസും എല്ലാം അവിടെ നിരത്തി ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഉടനെ ആര്യൻ പറയുകയാണ്, അത് അവളുടെ ജാടയെ മാം അവൾ കാണിക്കുന്നത്, അവൾ എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആര്യൻ അവിടെ നിന്നുകൊണ്ട് അനുമോളെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ വന്നു കഴിഞ്ഞപ്പോൾ ശോഭ ചോദിക്കുകയാണ്, എന്ത് ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാം പുറത്ത് കിടക്കണോ? അപ്പോൾ അനുമോൾ പറയുന്നത്, ഞാനല്ല മാഡം, ഇവരാരോ ചെയ്ത പണിയാണ് എന്ന് പറഞ്ഞിട്ട് ബെഡെല്ലാം അനുമോൾ വൃത്തിയാക്കുന്നുണ്ട്. ഇതാരാ ഇങ്ങനെ ചെയ്ത്? ഞാൻ ഈ സ്റ്റാറെല്ലാം ഇനി തിരിച്ചെടുക്കുക, എന്ത് ഉടായിപ്പാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശോഭ അവിടെ സ്റ്റാഫായിട്ട് നിൽക്കുന്നവരടുത്ത് സംസാരിക്കുകയാണ്. ഞാൻ ഇത്ര ടയേർഡായിട്ട് ട്രാവലിംഗ് ചെയ്ത് വന്നതാണ്, എന്നിട്ട് നിങ്ങൾ എന്തുവാണ് ഈ കാണിക്കുന്നത്? എനിക്കിതൊന്നും കാണണ്ട, ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ശോഭ ഭയങ്കര ആക്ടിങ്. ശോഭ പറയാണ്, എൻ്റെ ബെഡ് പോലും ഇവിടെ ശരിയല്ല, ഷാനവാസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഷാനവാസിനെ വിളിക്കുന്നു. അപ്പോൾ അനീഷ് വന്നിട്ട് പറയാം, ഞങ്ങൾ ഇപ്പം തന്നെ റെഡിയാക്കി തരാം മാം, ഞങ്ങൾ 10 മിനിറ്റുള്ളിൽ ശരിയാക്കി തരാമെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ശോഭ അവിടെ ബെഡിൽ ഇരുന്നിട്ട് വീണേ, എനിക്ക് കുതിച്ച് പൊങ്ങണം, എനിക്ക് കുതിച്ച് പൊങ്ങുന്ന ബെഡിലിരിക്കണം, കിടക്കണം. അപ്പോൾ ഇതാണോ നിങ്ങൾ 5 സ്റ്റാർ ഫെസിലിറ്റി തരുന്ന ബെഡെന്ന് പറയുന്നത്? എന്തോ ഈ ബെഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ മെനു ബുക്ക് എടുത്തിട്ട് വലിച്ചെറിയാണ് ശോഭ. അപ്പോഴേക്കും അക്ബർ വന്നിട്ട് പറയണം, മാം ഇവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജറാണ് ഞാൻ. അപ്പോൾ ശോഭ പറയണം, ഇനി ഞാനെന്ത് വേണം? അത് ഇവിടെ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഈ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇങ്ങനെയുള്ള ബെഡ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം, നിങ്ങൾ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പോകണം. അപ്പോൾ റെന ഫാത്തിമ പറയണം, മാം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ GM ആണ്. അപ്പോൾ GM എവിടെ? ജനറൽ മാനേജറായ ലക്ഷ്മി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാം ബെഡൊക്കെ എങ്ങനെയുണ്ട്, നല്ലതാണോ? അപ്പം ശോഭ വിശ്വനാഥ് പറയാണ്, ഇത് കല്ല് പോലെ ഇരിക്കുന്നു, ഒരു ബിസിനസ് വുമണായ എനിക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ബെഡാണോ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇങ്ങനത്തെ ഈ കൂറ ബെഡിലാണോ ഞാൻ കിടക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയാണ്, മാം ഞങ്ങൾ പുതിയതായിട്ട് ഓർഡർ ചെയ്യേണ്ടി വരും, അതിന് വെയിറ്റ് ചെയ്യണം. സോ വളരെ ബേസിക് ആയിട്ടുള്ള ബെഡ് മാത്രമേ നമുക്കിപ്പോൾ തന്നിട്ടുള്ളൂ മാഡം, അപ്പം നമ്മളിതിന് ഓർഡർ ചെയ്യേണ്ടി വരുമെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പം ഉടനെ ശോഭ വിശ്വനാഥ് ചോദിക്കുകയാണ്, എന്താ ഇവിടെ ഒരു ഭയങ്കരമായ നാറ്റം? റെനയോടാണ് ചോദിക്കുന്നത്. അപ്പോൾ റെന പറയുന്നത് 3 പ്രാവശ്യം കുളിച്ചു, ഇതൊക്കെയൊന്ന് നനച്ചിട്ടൂടെ എന്നൊക്കെ ശോഭ ചോദിക്കുന്നുണ്ട്.